രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുകയാണ്. ആക്റ്റീവ് കേസുകൾ 3395 മാറിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ കേരളത്തിൽ നിന്നും ഒരു റിപ്പോർട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി അബ്ദുൾ റഷീദ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് അബ്ദുൾ റഷീദ്. കോവിഡ് കേസുകളുടെ ആശങ്കപ്പെടുത്തുന്ന കണക്കുകളിലേക്ക് വീണ്ടും പോവുകയാണ്. എന്താണ് രാജ്യത്തിന്റെ അവസ്ഥ കോവിഡ് കേസുകളിൽ? സിന്ധൂരി, തീർച്ചയായും രാജ്യത്ത് ഉടനീളം കോവിഡ് കേസുകളുടെ ഒരു വർധനവ് ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട വ്യക്തമാക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 3000-ലധികം കോവിഡ് കേസുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും വലിയ ഉയർച്ചയാണ് ഇന്ന് വൈകുന്നേരം, അതായത് 7 മണിക്ക് കേന്ദ്രം പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലായി 3395 ആക്റ്റീവ് ആയിട്ടുള്ള കോവിഡ് കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകളുള്ളത് കേരളത്തിൽ തന്നെയാണ് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും 1336 കോവിഡ് കേസുകളാണ് കേരളത്തിലുള്ളത്. അതേസമയം ഇന്ന് കേരളത്തിൽ ഒരു കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം 24 മണിക്കൂറിനിടെ 4 കോവിഡ് കേസുകൾ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഉത്തർപ്രദേശ്, ദില്ലി, കർണാടക, കേരളം തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിലുള്ള കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം ഒറ്റ ദിവസം തന്നെ 685 കോവിഡ് കേസുകളുടെ വർധനവ് ഉണ്ടായതായും ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ തോതിലുള്ള കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ വലിയ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശവും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും നഗരപ്രദേശങ്ങളിലും അതോടൊപ്പം ആശുപത്രി മേഖലകളിലൊക്കെ തന്നെയും മാസ്ക് ധരിക്കണമെന്ന കർശന നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും അതോടൊപ്പം കേന്ദ്ര സർക്കാരും പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട്, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതേസമയം കേരളത്തിൽ മാത്രമാണ് നിലവിൽ കോവിഡ് കേസുകൾ ഇത്തരത്തിൽ ടെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അധികം വരുന്നത്. അതിനാൽ തന്നെയാണ് കേരളത്തിൽ കണക്കുകൾ കൂടുന്നത് എന്നൊരു കാര്യവും ഏറെ ശ്രദ്ധേയമാണ്. വിവിധ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും ദില്ലി, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും കോവിഡ് കേസുകളുടെ പരിശോധന കുറവാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ഈ കണക്കുകൾ വ്യക്തമാക്കുകയാണ്.